ഫാമി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലേ. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷൻ പ്രമാണിച്ച് ഒരു അടിപൊളി ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ആ ട്രിപ്പിന് ഫസ്റ്റ് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു അടിപൊളി വെജ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അപ്പോൾ അടിപൊളി സൂപ്പർ മസാല ദോശയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ബ്രദറിൻ്റെ ബുള്ളറ്റാണ് പുതിയത്. ഇത് ഞങ്ങളുടെ കാറാണ്. ഇപ്പോൾ ബാക്കി എല്ലാവരും ഈ കാറിലും ബുള്ളറ്റിൽ ഇത്തേ മളിയനും കൂടിയാണ് വന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ച് സ്വീറ്റ്സ് കഴിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല അടിപൊളി സ്വീറ്റ്സ് ആയിരുന്നു. സോൻ പപ്പടി, പേട, അങ്ങനെയുള്ള കുറച്ച് സ്വീറ്റ്സ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും ട്രാവൽ ചെയ്യണം. അപ്പോൾ കാറിൽ നിന്നിട്ടുള്ള വൈബ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാ ഡിസംബർ വെക്കേഷനും സിസ്റ്ററും അളിയനും മക്കളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ നമ്മളൊരു ഡേ എന്തായാലും ഔട്ടിങ്ങിന് വലിയ ഒരു യാത്രയ്ക്ക് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കാണ് എത്തിയത്. കുട്ടികൾക്ക് കൂടി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് രാവിലെ പോയിട്ട് ഈവനിങ് ആകുമ്പോഴേക്കും തിരിച്ചു വരാം. മാത്രമല്ല മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഒരു 7th പഠിക്കുമ്പോൾ അതാണ് എൻ്റെ ലാസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 15 ഇയേഴ്സിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. പേര് തന്നെ ഈ ഒരു ഇതിന് മാറിയിട്ടുണ്ട്. യെസ്, അപ്പോൾ ഞങ്ങൾ വണ്ടർലയിലോട്ടാണ് ട്രിപ്പിന് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഇത് വീഗാലാൻഡ് ആയിരുന്നു. വണ്ടർലേ ആയിട്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ അവർ ചെക്കിനൊക്കെ ചെയ്യുന്നുണ്ട്. ബാഗ് നന്നായിട്ട് ചെക്കൊക്കെ ചെയ്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ വല്ല ഫുഡ് ഐറ്റംസ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാ ഫുഡ് ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും നല്ലൊരു വൈബ് ഉണ്ട് കേട്ടോ. വാവ്, വണ്ടർലയുടെ മാപ്പാണ് ഇത്. മുഴുവൻ നമ്മളിന്ന് കവർ ചെയ്യും. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ ഓൺലൈനിലാണ് എടുത്തത്. ബാഗേജ് വെക്കാനായിട്ട് ലോക്കർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ 300 റുപ്പീസാണ് ഒരു ലോക്കറിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം ഫസ്റ്റ് തന്നെ ഈ ഒരു 3Dയിലോട്ടാണ് വന്നത്. 3D ഗ്ലാസ് കിട്ടിയിരിക്കുകയാണ്. ഇതാരിത് അത് നോക്കടാ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വലിയൊരുക്കുള്ള റൈഡിലോട്ടാണ് പോയത്. അപ്പോൾ കുഞ്ഞുങ്ങളും ഞങ്ങളും ഉള്ളത് കൊണ്ട് കുറച്ച് നേരം അവരെയും കയറ്റണം, കുറച്ച് നേരം ഞങ്ങൾക്കും കയറണം. അങ്ങനെ ഞങ്ങളും മാറി മാറിയാണ് ഓരോ റൈഡിലും കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റൈഡിലോട്ടാണ് അടുത്തത് കയറാൻ പോകുന്നത്.
ഒരു റൈഡ് അത്യാവശ്യം തലകുത്തി മറിയുന്ന റൈഡാണ്. അതുപോലെ 2-3 റൈഡുകൾ ഇവിടെ അടുത്തടുത്തുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ വരികൾ കയറി. പിന്നെ ഇത് കുഞ്ഞുങ്ങളുടെ റൈഡാണ്. അപ്പോൾ അവർക്ക് പറ്റിയത് ഈ ഒരു ഏരിയയിൽ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ലാൻഡ് റൈഡ്സ് ഒക്കെ ഒരുവിധം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വാട്ടർ റൈഡിലോട്ട് പോകുന്നു. കാരണം അത്യാവശ്യം ലേറ്റായി തുടങ്ങിയിരുന്നു. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു ഓരോ റൈഡിൽ കയറുമ്പോഴും. ഷീറ്റ് എടുത്ത് കൊടുക്ക്.
പിന്നെ ഇവിടെ ജെൻസിനും ലേഡീസിനും ഒക്കെ സെപ്പറേറ്റ് പൂളാണ് കേട്ടോ കണ്ടത്. പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഈ ഭാഗങ്ങളിൽ തന്നെയായിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് കവർ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇതൊരു വേറൊരു ഫാമിലി പൂളാണ്. അപ്പോൾ ഈ ഒരു റൈഡ് വണ്ടർലയുടെ തുടക്കകാലം മുതലേ ഉള്ളൊരു എപ്പിക് റൈഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കയറാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് കുറേ നേരം ക്യൂ നിന്നിട്ടാണ് കയറിയത്. അപ്പോൾ അതിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ പേര് വാട്ടർ സ്പ്ലാഷ് എന്നാണ്. അപ്പോൾ അതൊരു അടിപൊളി റൈഡാണ്. അപ്പോൾ അതിന് ശേഷം അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഈ ഒരു ജയൻറ്റ് വീലും കൂടി ഫിനിഷ് ആക്കിയിട്ട് പോവാം എന്നുള്ള പ്ലാനിൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഈ ഫുഡൊക്കെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു ആകാശ യാത്രയിലൊക്കെ ഫുഡ് കഴിക്കുന്ന അങ്ങനത്തെ കുറേ സംഭവമില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വണ്ടർലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റൈഡിൽ കയറുമ്പോഴും നല്ല തിരക്കുണ്ടാവും. അപ്പോൾ അത്യാവശ്യം നമ്മൾ ക്യൂ നിന്നതിന് ശേഷം മാത്രമാണ് കയറാൻ പറ്റുക. അങ്ങനെ ഒരുപാട് ക്ഷമയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ എക്സ്ട്രാ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യൂ സ്കിപ്പ് ചെയ്തിട്ട് ആ ഒരു ടാഗ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറാൻ സാധിക്കും. എന്നാലും ഇച്ചിരി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ഒരു 5-10 മിനിറ്റ്. സാഹസികമായ വണ്ടർല യാത്ര ഈ ഒരു ജയന്റ് വീലോടുകൂടി അവസാനിക്കുകയാണ്. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പൊ ഇനി ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇതോടുകൂടി നിർത്താണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി നേരെ റിട്ടേൺ അടിക്കാം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ. കാണിച്ചെടുക്കും. ജയൻറ്റ് വീലിലിരുന്ന് ബായൊക്കെ പറഞ്ഞെങ്കിലും ഈ ഒരു ഏരിയ എത്തിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ നേരത്തെ വാട്ടർ സ്പ്ലാഷ് ഇല്ലേ, അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ഒരു പാലം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ നടക്കാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊരു ഷോർട്ട് കട്ടാണ്. ഫോട്ടോസ് എടുക്കാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഒന്നിനൊരു നേരമില്ല കേട്ടോ, അത്രയും തിരക്കാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് എത്രയും റൈഡ്സിൽ കയറാം എന്നുള്ളൊരു ടാസ്കോട് കൂടിയാണ് നമ്മളിവിടെ എത്തുന്നത്. അപ്പോൾ കൈ നിറച്ച് പൈസ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ആൾക്കാർ പണ്ട് മുതലേ എനിക്ക് മനസ്സിൽ ഓർമ്മയുള്ളതാണ്. പണ്ട് മുതലേ ഇവരുണ്ട്. അപ്പോൾ ഗൂഗിളിൽ 11 to 6 ആണ് വർക്കിംഗ് അവേഴ്സ് കൊടുത്തിട്ടുള്ളതെങ്കിലും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ 11:30 ആയി. അപ്പോൾ ഇങ്ങനെയുള്ള സെലിബ്രേഷൻ ദിവസങ്ങളിലൊക്കെ ഒരു 7 o'clock വരെ റൈഡ്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ 7 o'clock വരെ റൈഡ്സിലൊക്കെ കയറിയതിന് ശേഷമാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം ക്രിസ്മസ് ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ 7 to 10 വരെ ആണെങ്കിൽ പ്രീമിയമാണ്. അപ്പോൾ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എൻജോയ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ വീണ്ടും കാണാതിരിക്കും. ബൈ ബൈ.